guys, welcome to our channel Vrinda Arjun. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിന്റെ പേര് മിക്സഡ് ജ്യൂസ് ചലഞ്ച്. അപ്പോൾ അതിന് രാമോട്ട് ഒരു പേര് ഇട്ടിട്ടുണ്ടോ? രംഗണ്ണൻ ചലഞ്ച്. അപ്പോൾ ഇന്ന് ഈ ഒരു ചലഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് രാമോട്ട? ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ചെറിയൊരു ജ്യൂസ് പരിപാടി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓരോ സാധനങ്ങൾ ഉണ്ടാവും. എനിക്ക് ലെഫ്റ്റോ റൈറ്റോ ഏതൊന്നും ചൂസ് ചെയ്യാം. ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് കയ്യിൽ ഏതാണോ പ്രൊഡക്റ്റ് അതായിരിക്കും നിന്റെ ജ്യൂസിന്റെ തരുന്നുണ്ടാവും. അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസ് ആണ് എനിക്ക് അടിച്ചിടാൻ പോകുന്നത്. ഇതുപോലെ തന്നെ രാമോണ്ട് ഇവിടെ തന്നെ ഇരിക്കുക. ഇല്ല, ഗെയിം കൊണ്ടുവരുന്ന ആൾക്ക് ഉണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോ ഇത് രാമൂട്ടൻ കൊണ്ടുവന്ന ഗെയിമാണ് കേട്ടോ. അപ്പോ ഈ ഗെയിമിനകത്തും ഞാൻ ജയിക്കുന്നതാണ്. ഇല്ല, ഈ ഗെയിമിലെങ്കിലും എനിക്ക് ജയിക്കണം പ്രതിജ്ഞയാണ്. സോ നമുക്ക് നോക്കാം ഈ ഗെയിം ഞാൻ ജയിക്കുമെന്ന്. കാരണം ഏറ്റവും നല്ല സാധനങ്ങൾ വെച്ചിട്ട് അവസാനം ജ്യൂസ് അടിക്കുന്ന ആളാണ് ജയിക്കാം. ഓക്കെ, ഏറ്റവും നല്ല സാധനങ്ങൾ ചൂസ് ചെയ്യണം. ജ്യൂസ് അടിക്കുന്ന ആളാണോ ജയിക്കുക, അല്ല ജ്യൂസ് കുടിക്കുന്ന ആളാണോ? ജ്യൂസ് കുടിക്കുന്ന ആള്, ഓഫ് കോഴ്സ്, കാരണം അത് കുടിക്കണം നമ്മള്. അപ്പൊ ഇപ്പൊ കൊറേ സാധനം വെച്ചുണ്ടാക്കി കുടിച്ചാല് കുഴപ്പമുണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ, അപ്പൊ മിക്സി പോയത് എന്തോ കൊള്ളിച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് ഗെയിമിലേക്ക് പോവാം. യെസ് ഗൈസ്, പോവാം. അപ്പോ എന്താന്നറിയോ, എനിക്ക് ഭയങ്കര സന്തോഷം. ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? ഇതെന്താ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലായില്ലേ? എന്താ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലായില്ലേ ആൾക്കാർക്ക്? എന്താണ് രാമൂട്ട അങ്ങനെ രണ്ട് മോശം പാടില്ല കേട്ടോ രാമൂട്ട. എന്ത് മോശം? തിന്നുന്ന സാധനം തന്നെ രണ്ടും. ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? എന്താ അറിയില്ല, ഭയങ്കര സന്തോഷം. അങ്ങനെ പറയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ പണിയുണ്ടെന്ന്. ഓക്കെ, തുടങ്ങിയോ? ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? ഈശ്വരാ, പേടിയാവണം. ആദ്യത്തെ സാധനമാണ്. ഓക്കെ, എന്താന്ന് പറയണോ? വേണ്ടല്ലേ, ലാസ്റ്റ് പറയാം. കാണിച്ചു കൊടുക്കാം അല്ലേ? വേണ്ട, അവസാനം കാണിച്ചു തന്നാ മതി. എത്ര സെറ്റ് ഉണ്ട്? അത് തോന്നുന്ന സെറ്റ് ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. നീ സെലക്ട് ചെയ്ത സാധനങ്ങൾ ഇവിടെ വെക്കാം. അങ്ങനത്തെ ഒരു ശബ്ദം. മോള് സെലക്ട് ചെയ്ത സാധനം എന്താന്ന് അറിയണ്ടേ? എന്താ വെച്ചാ കയ്യിൽ വെച്ചാ റെഡി. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. മോള് സെലക്ട് ചെയ്ത് ഏതാന്നൊക്കെ ഞാൻ പറയാ. ഞാൻ എന്താ കണ്ണു മാറ്റാ. റെഡി, 1. It was at this moment he knew he fucked up. മീൻ നീ അടിക്കാൻ പോവാണ് ജ്യൂസ്. നീയല്ലേ സെലക്ട് ചെയ്തേ? ഞാൻ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇല്ല. ഓക്കെ, മീൻ ജ്യൂസ് മീൻ ജ്യൂസ്, പച്ചമീൻ, അതും ടൂണ ഫിഷ്. വേറൊന്നല്ല, ടൂണ. നോക്കൂ, അടുത്ത സാധനത്തിൽ ഞാൻ പൊളിക്കും. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ നിനക്ക് ഏത് വേണം? എന്തൊക്കെയാന്ന് പറഞ്ഞാ കാണിച്ചെന്നാ മതിയോ? വേഗം സെലക്ട് ചെയ്യ്. ഓക്കെ, ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? നേരത്തെ ഞാൻ റൈറ്റാ പറഞ്ഞത്. അപ്പോ ഇനി മാറ്റം കേട്ടോ. അപ്പൊ രാമൂട്ടൻ ചിലപ്പോ ഇനി ലെഫ്റ്റില് വെക്കായിരിക്കും. റൈറ്റ് നല്ലത്. അപ്പൊ ഞാൻ എന്ത് പറയും? പിന്നെ റൈറ്റ് പറയും. അതുകൊണ്ട് റൈറ്റ്. ബുദ്ധിമതി തന്നെ എന്റെ കൊച്ച്. കണ്ണു തുറന്നു നോക്കൂ. വേഗം തുറന്നോട്ടെ. നല്ല എന്താ മണമൊക്കെ? മീൻകറി വെക്കാൻ പോണോ? ഇത് ജ്യൂസ് ഒന്നല്ല, ഇത് മീൻകറിയാ. ഞാനാ വെക്കുന്നത്, എനിക്കറിയാടി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പുറം പറ്റി. ഇപ്പുറത്ത് നോക്കിയേ. നീ ഒരു ചട്ടിയും കൂടെ അവിടെ കറി വെച്ചിരുന്നോളാം. നീ സെലക്ട് ചെയ്ത സാധനം മൊത്തം ഇവിടെ ഉണ്ട്. ഗ്രീൻ ചില്ലി, ടൂണ ഫിഷ്, മീൻകറി ജ്യൂസ്. നമുക്ക് അടുത്തിലേക്ക്. ഇത് വേണോ ഇനി ഇത് വേണോ? ഇനി നിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കാണ്ട് നിനക്ക് ഇഷ്ടമുള്ള
അല്ലെങ്കിൽ എന്ത് സെർച്ച് ചെയ്താലും മീന്റെ മുളകിന്റെ കൂടെ എന്ത് നല്ലതാണ്. എന്നാലും കുറച്ച് മീൻകറി അല്ല വെക്കുന്നേ. എന്നാലും കുറച്ച് മധുരമുള്ള എന്തെങ്കിലും. തരാട്ടാ. നല്ലല്ലേ നേരാ. ഓക്കെ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? വേഗം ഇതൊന്നും ലെഫ്റ്റ്. ഇത്രയും നേരം ഞാൻ റൈറ്റ് ചൂസ് ചെയ്ത് ചീത്തയായി പോയി. അപ്പൊ ഇനി ലെഫ്റ്റ്. ഞാൻ പറഞ്ഞു കൊച്ചിന്റെ ഒരു കാര്യം എന്നാ ബുദ്ധിയാടി നിനക്ക്. കണ്ണുറന്നോ? പറ്റൂലട്ടാ. എന്ത് സാധനാ സോസാ? സോസ്, കെച്ചപ്പ്, മീൻ, പച്ചമുളക്. ഇതൊരു കിട്ടില്ല ഡിഷാവല്ല ചാൻസ്. മീന്റെ കൂടെ യോഗട്ട് തിന്നുന്നേക്കാളും യോഗട്ടിലായിരുന്നോ? യോഗട്ട് കഴിക്കുന്നേക്കാളും നല്ലത് എന്തുകൊണ്ട് സോസ് തന്നെയാണ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നും. അയ്യോ വിഷമം കരിയാ. ശരി, അതുകൊണ്ട് എനിക്ക് നല്ല 2 സാധനങ്ങൾ തരാം. ഇതിന്റെ കൂടെ എന്ത് നല്ല സാധനം ഇതാ, ഇതിലിപ്പോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. രണ്ടും കുലുങ്ങുന്നു. ഒന്നും കൂടെ ഇത്. പിന്നെ ഇത് രണ്ടും ഒരേ ശബ്ദം. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. റൈറ്റ് ആണോ? ലെഫ്റ്റ് മതി. അതൊന്ന് റൈറ്റ് അല്ലേ? അത് റൈറ്റ് അല്ലേ? ഇത് ലെഫ്റ്റാ. ലെഫ്റ്റാ? എന്നാ ശരി. ഞാൻ വെച്ചിത് പൊട്ടപ്പോ ഞാൻ പെറുക്കേണ്ടി വരുമോ? ഇപ്പൊ തിന്നാനല്ല, ഇതാ ഇതിന്റെ കൂടെ അടിക്കാനല്ലേ. ഇപ്പൊ ഒന്നും തിന്നാൻ പാടില്ല. ആകെ അത്രേ ഉള്ളു. ഇപ്പൊ ഒന്നും തിന്നൂടാ. അയ്യോ, രാമത്തെ മാറിപ്പോ. ചവച്ചന്റെ പല്ല് പോയി. നമുക്ക് ഈ ജ്യൂസെല്ലാം ഏതിലാ അടിക്കേണ്ടത് തീരുമാനിക്കണ്ടേ? എന്റെ പൊന്നു. വളരെ സിമ്പിൾ. നീ തീരുമാനിച്ചോ. നിനക്ക് ഇതിൽ ഏതില് വേണം? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? വേഗം. എനിക്ക് പേടിയാവണ ഈ മീനൊക്കെ കൂടെ ഏതിനടിക്കണ. വേഗം പറ. ലെഫ്റ്റ്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. പാല്, പിസ്ത, മീൻ മുളക്. ഈ മരിച്ച്. അപ്പൊ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ചുകൊണ്ട് ഇവളത് ചെയ്യാം. രാമൂട്ടനും കൂടെ സെലക്ട് ചെയ്തിട്ട് രാമൂട്ടൻ ജ്യൂസും കൂടെ എന്താന്ന് നോക്കിയിട്ട് ഒരുമിച്ച് ജ്യൂസ് ഒരുമിച്ച് കുടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോ രാമൂട്ടനെ നമ്മൾ കണ്ണ് കെട്ടി ഇരുത്തിയിട്ടുണ്ട്. എന്റെ മുത്തിന് ഞാൻ ജ്യൂസ് അടിച്ച് തരാട്ടോ. ഓക്കെ, ലെഫ്റ്റ് ഓർ റൈറ്റ്? എന്തെങ്കിലും ക്ലൂ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. റൈറ്റ്. പറ്റൂലേ? എന്താ എന്ത് മുട്ടയാ? അതിന്റെ അടുത്ത കയ്യിലല്ലേ വന്നേ? അപ്പം അപ്പുറത്തെ കയ്യിലില്ലായിരിക്കും. എടാ മാങ്ങ. തോറ്റ്. ഓടിക്കോ, കൊണ്ടുവാ. ജയിക്കുന്നത് ഞാൻ തന്നെയല്ലേ, പിന്നെന്താ കുഴപ്പം? ഓക്കെ, ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. സന്തോഷം. കാരണം ഈ മുളക് മാങ്ങയും മുളകും നല്ലതാ. മറ്റേതെന്താ? സിൽക്കടാ, സിൽക്ക്. സന്തോഷം കണ്ടവളുടെ പഠിച്ചവര്. ലെഫ്റ്റ് ഓർ റൈറ്റ്? നിന്റെ സൗണ്ടിൽ തന്നെ ഉണ്ട്. നിന്റെ സൗണ്ട് ലെഫ്റ്റിന് കുറച്ച് സ്ട്രെസ് കൂടുതൽ. ലെഫ്റ്റ് മതി. ലെഫ്റ്റ്. ഓക്കെ, കെച്ചപ്പ്. കെച്ചപ്പ് എനിക്ക് തിന്നുന്നോ?
ഇതെന്തായിരുന്നു അറിയോ? പീനട്ട് ബട്ടർ ആ അതിനെക്കാട്ടും നല്ല കച്ചപ്പ് എനിക്ക് ഇഷ്ടം. ആണോ? ഇപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റും. യെസ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. Oh my god, thank you so much. I love you. I love you. അതാ. You are set at fire, soul at fire. എന്തോ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഞാമുട്ടത് മീൻ കഴിക്കില്ല. ഞാമുട്ട മീൻ കഴിക്കുകയില്ല. അതൊന്നും എനിക്ക് മുട്ട ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ഇതെങ്ങനെ ഇത് വന്നേ? അത് ഞാൻ സെലക്ട് ചെയ്ത രീതി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചതി. മാങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ മീനുണ്ട്, പിന്നെ സോസ് ഉണ്ട്. എന്തുണ്ടാക്കാൻ അവിടെ തോരനാ? മീൻ തോരനാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എന്തിലടിക്കണം നോക്കാം അല്ലേ? നീ എന്താ ബുദ്ധിപരമായി ആലോചിക്കുകയാണോ? നിന്റെ കയ്യിൽ വെള്ളവും നിന്റെ കയ്യിൽ പാലും ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആ വെള്ളം കിണി കിണി എന്നുള്ള സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. അത് കേൾക്കാനായിട്ട് ഇപ്പുറം കൊണ്ടുപോയി ഞെക്കണ്ട. എന്തായാലും മീൻ വന്നില്ല. ഇത് എന്തിനടിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പോവാണത് ഞാനില്ല. പോ റൈറ്റ്. ഓ വെള്ളം, വെള്ളത്തിലിട്ട് കലക്കാം. അടിപൊളി മുട്ട. അപ്പൊ രാമൂട്ടനെ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകുന്ന ഐറ്റംസ് നമ്മൾ കൺകുളിർക്കെ മീനുണ്ട്, പച്ചമുളകുണ്ട്, മാങ്ങയുണ്ട്, സോസ് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് കാര്യം നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകുന്നത്. എന്താ എനിക്ക് ഡേറ്റ്സും മീനല്ലോ. എനിക്കെന്താ ഓർമ്മിപ്പിക്കല്ല. എന്താ ആദ്യം ആരുടെയാ? നിന്റേത് ഇതാ മിക്സി. അത് ആ മീനില്ലായിരുന്നെങ്കിൽ എന്ത് സന്തോഷപരമായി ഞാൻ ചെയ്യേണ്ട പണിയായിരുന്നു അറിയോ? സാരമില്ല, പോട്ടെ. ആദ്യം നീ എടുത്ത എന്താ? ആദ്യം ഞാൻ എടുത്തതോ? ആദ്യം തന്നെ എടുത്തത് മീൻ. ടൂണ ഫിഷ്. ഇതെന്താ? ഇതെന്താ? ഇത് ദുബായിൽ നിന്നും ഞാൻ ഇറക്കിയ പച്ചമീനല്ലേ? പച്ചമീൻ. പച്ചമീൻ ഉണക്കമീനാണ്. ഇത് ഉണക്കമീൻ. ടൂണ ചക്സ് എന്ന് പറഞ്ഞ ഉണക്കമീനാ. പൊട്ടിക്കേ ഒന്നുകൂടി ആലോചിക്ക്. വേണം വേണ്ട വേണ്ട, ഞാൻ മീൻ വേണ്ട. വേണമെന്ന് നീ എല്ലാവരും വേണ്ടാന്ന്. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. Nice. A few moments later. അങ്ങനെ പവനായി ശവമായി. ചത്താലും വേണ്ടില്ല. ഇത് അടുത്ത ജ്യൂസ്, രാമുവിന്റെ ജ്യൂസ് എന്തായാലും ഉണ്ടാക്കും. നിന്റെ അഭിനയായിരുന്നല്ലോ അപ്പൊ നേരത്തെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഛർദിച്ചു. ചുറ്റിക്കണമെന്നുണ്ടതാ. മീനുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, സോസ് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. വേറൊന്നുമില്ല. മുട്ടയില്ലായിരുന്നോ? ഞാളെ കോഴിയുടെ മുട്ടയിട്ടോണ്ടിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ടും ഇടാൻ മാങ്ങ ഞാൻ കഴുകിയിട്ടുണ്ട്. പക്ഷെ മാങ്ങ ചെത്താൻ അറിയാൻ പാടില്ല. രാമുണ്ണാണ് ചെത്താനായിട്ട് മിടുക്കില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. ആ സമയത്തിന് നമുക്ക് മുളക്, പച്ചമുളക്, 2 മുളക്. എന്തോ ആവേശത്തിനാണെന്നറിയോ ഗൈസ് നിങ്ങൾ ഇട്ടത് കണ്ടത്. അപ്പോൾ 2 പച്ചമുളക്. ഇനി യെസ്, ഫിഷ്.
അത് വേണ്ട. ചലഞ്ച് എല്ലാവർക്കും ബാധകമാണ് രാമൂട്ട. മീ ട്യൂണ, then ketchup. ഇട് മാങ്ങയിട്. രാമൂട്ടത് മൊത്തം കഴിച്ചിട്ട് ഇതിനകത്ത് എന്തിടും? മാങ്ങയുണ്ട്, മുളകുണ്ട്, മീനുണ്ട്, സോസ് ഉണ്ട്. എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ ചലഞ്ചിൽ തോറ്റിരിക്കുകയാണ്. കുഴപ്പമില്ല, അത് ചലഞ്ച് കൊണ്ടുവന്ന ആൾക്കത് കഴിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. എന്റെ ഐഡിയ പോയി. ചെറിയ പീസാ, മുറിച്ചേ ഉള്ളൂ. മതി, ഇത്രയും മതി. ഇതെന്താ മാംഗോ ജ്യൂസാ? മാറിക്കാൻ അങ്ങോട്ട് കൊറേ മാങ്ങ അങ്ങോട്ട് ഇട്ടിട്ടേ മാംഗോ ജ്യൂസ് മാത്രം. ഇനി നമുക്ക് വെള്ളം. നമ്മുടെ വെള്ളമാണ്. പഞ്ചസാര ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. അതാ എവിടെ? മാങ്ങ ജ്യൂസ് ആയോ? ഒരു സംശയമില്ല, മീനിന്റെ പീസൊക്കെ കാണുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോ രാമൂട്ടന്റെ മാംഗോ ഫിഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്ട്. പച്ചമുളക് എത്ര ഇട്ടേ? പച്ചമുളക് ആകെ 2 ഇട്ടോളൂ. നീ എത്ര എനിക്ക് 1. കുടിക്കാം. ഈ ചലഞ്ച് ജയിക്കണമെങ്കിൽ മതി. എന്താ ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. പച്ചമുളക് മീനോട് ചോദില്ല. മീനൊന്നല്ല, ഫുള്ള് പച്ചപ്പറങ്കിന്റെ ടേസ്റ്റ്. അങ്ങനെ ഗായ്സ്, രാമൂട്ടനും തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ്. അപ്പോ എല്ലാ ചലഞ്ചിലും രാമൂട്ടൻ ജയിക്കാറുണ്ട്. പക്ഷെ ഈ ചലഞ്ചില് രാമൂട്ടനും തോറ്റ്. അപ്പൊ നമ്മൾ രണ്ടുപേരും തോറ്റിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.